ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും മൈദ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പുകൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ ഒരു ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാവരും പറയുന്ന പോലെ എനിക്കിങ്ങനെ എത്ര ടീസ്പൂൺ എത്ര ടേബിൾ സ്പൂൺ അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. ഞാനിപ്പോൾ ഈ 2 മുട്ട എടുത്തപ്പോഴത്തേക്കിന് എനിക്ക് ഇത്രയും പഞ്ചസാര ഇട്ടപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരളവാണ് ഞാനീ പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഏലക്ക പൊടിച്ച് ചേർത്താലും മതിയേ. ഇതെൻ്റെ വേറൊരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എടുക്കുന്ന ആ ഒരു ചെറിയ സ്റ്റീൽ കപ്പിന് 2 കപ്പ് മൈദ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ നമ്മൾ നേരത്തെ യോജിപ്പിച്ച് വെച്ച പഞ്ചസാരയുടെയും മുട്ടയുടെയും കൂടെ മിശ്രിതത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പം വെള്ളത്തിൻ്റെ അംശം ഒരുപാട് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. എന്നിട്ട് അത് നല്ല കയ്യിൽ ഒട്ടുന്ന ഒരു പരുവത്തിൽ ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി എണ്ണ അടുപ്പേ വെച്ച് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ തീ വളരെ കുറച്ച് ഏറ്റവും സിമ്മിലാക്കി വെച്ചിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി നനച്ചിട്ട് ഇതുപോലെ ചെറിയതായിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിച്ചെടുക്കണം. തീ ഏറ്റവും സിമ്മിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പുറമെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് അകം വേകാതിരിക്കുവേ. അതുകൊണ്ട് ഏറ്റവും കുറച്ച് വെച്ച് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വെട്ട് കേക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ദേ കണ്ടോ, ഇതുപോലെ നമുക്കെല്ലാം വറുത്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ എണ്ണ വറുത്ത കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പുറമൊക്കെ നല്ല മുരിഞ്ഞിരുന്നിട്ട് അകം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തൊന്ന് മുറിച്ച് കാണിച്ചു തരാവേ. അകം ഇരിക്കുന്ന കണ്ടോണേ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കണ്ടോ. നമ്മുടെ സാധാരണ കേക്കിൻ്റെയൊക്കെ അകം ഇരിക്കുന്ന പോലെ തന്നെ. എണ്ണയൊന്നും ഒത്തിരി കുടിക്കത്തൊന്നുമില്ല. നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ കുഴച്ചെടുത്ത് അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.